പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടം കുടുംബത്തെ ഒപ്പം നിർത്താൻ നിർണായക നീക്കവുമായി UDF-ഉം LDF-ഉം. ദിയ ബിനുവിനെ നഗരസഭാ അധ്യക്ഷ പദവി വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം. എന്നാൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ബിനു പുളിക്കക്കണ്ടം 24-നോട് പറഞ്ഞു. ആരും കരുതിയിരുന്നില്ല പാലാ നഗരസഭയിൽ ഇങ്ങനെയൊരു ടെസ്റ്റ് ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ പുളിക്കക്കണ്ടത്തെ 3 സ്ഥാനാർത്ഥികൾക്കും വലിയ ഡിമാൻഡായിരിക്കുകയാണ് ഇപ്പോൾ. ഇവരെ ഒപ്പം നിർത്തിയാൽ മാത്രമേ നഗരസഭ ഭരിക്കാനാകൂ എന്ന് മുന്നണികൾക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചർച്ചകൾ LDF-ഉം UDF-ഉം നടത്തിക്കഴിഞ്ഞു. ജോസ് കെ മാണിയുടെ ചില അനുയായികൾ ധാരണ സംസാരിച്ചുവെന്നാണ് ബിനു പുളിക്കക്കണ്ടം 24-നോട് പറഞ്ഞത്. ഒരു ക്രിയാത്മകമായ ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ആലോചിച്ചില്ല. അല്ല, ജോസ് കെ മാണി സമീപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു സംവിധാനത്തിൽ നിന്ന്, ആ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ സമീപിച്ചു, ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ UDF-ന്റെ ആൾക്കാർ സംസാരിക്കണമെന്ന് പറഞ്ഞു. നഗരസഭയിലെ അധ്യക്ഷാ പദവി വനിതാ സംവരണമായതുകൊണ്ട് തന്നെ ബിനുവിന്റെ മകൾ ദിയ ബിനുവിന് വലിയ സാധ്യതകളുമുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു മുന്നണിയുമായി ധാരണയിലെത്തിയാൽ ദിയയെ അധ്യക്ഷയാക്കേണ്ടി വരും. എന്നാൽ ചർച്ചകൾ നടത്തിയെന്ന കാര്യത്തിൽ കേരള കോൺഗ്രസ് എം പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. ജനവിധി ജോസ് കെ മാണിയുടെ പ്രതികരണം. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസിന് എമ്മിന് 2 ചിഹ്നത്തിൽ 10 സീറ്റ് കിട്ടി. അത് അതേപടിക്ക് ഈ പ്രാവശ്യമുണ്ട്. പക്ഷേ LDF-ന് നമുക്ക് ഇത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ഇല്ല. അപ്പം അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകും. 2 മുന്നണികളും ക്ഷണിച്ച പശ്ചാത്തലത്തിൽ വോട്ടർമാരോട് ചർച്ച ചെയ്യാനാണ് പുളിക്കക്കണ്ടം ഫാമിലിയുടെ തീരുമാനം. ഇതിനായി അടുത്ത ദിവസം ഒരു യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.